മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ട്. മുടി തീരെ വളരുന്നില്ല. ചീർപ്പോണ്ടൊക്കെ ഇരുന്ന സമയത്ത് കയ്യിലേക്ക് ഇങ്ങനെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു വരിക. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ട് ഹെൽത്തി ആയിട്ട് നല്ലൊരു മുടി വേണം. പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലേ. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതിനുള്ള നിങ്ങളൊരു മാസം അല്ലെങ്കിൽ 2 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളിത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കുറഞ്ഞു വരാനും മുടി വളരാനായിട്ട് കുറച്ച് സമയം നമുക്ക് എടുക്കും. പക്ഷെ അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇവിടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുപോലെ തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ എന്തൊക്കെയാണ് അതിന് വേണ്ടത്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് പേരയുടെ ഇല. ഈ പേരയിലയുടെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പോളിഫിനോൾസ് അതുപോലെ തന്നെ ഫ്ലാവിനോൾസ് പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് പോലെയുള്ള കാര്യത്തിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും മുടിക്ക് നന്നായിട്ട് കരുത്ത് നൽകുന്നതിനും മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് ഈ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ ഇതൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് തല കഴുകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു പേസ്റ്റ് ആണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊരു 7 മുതൽ 8 പേരയുടെ ഇല നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. വല്ലാതെ കട്ടിയുള്ള ഇല ഒഴിവാക്കുക. കുറച്ചൊരു മീഡിയം കട്ടി, അതായത് വല്ലാതെ സോഫ്റ്റും ആവണ്ട വല്ലാതെ കട്ടി ആവണ്ട. തളിരിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷെ വല്ലാതെ കട്ടിയുള്ള ഇല നമ്മൾ കുറച്ചൊന്ന് ഒഴിവാക്കാനായിട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു 7 മുതൽ 8 ഇല എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില. കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബീറ്റ കെരോട്ടിൻ, വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ് എന്നീ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ മുടി വളരാനായിട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കേണ്ട കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഉള്ളിലും പുറത്തും രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസൾട്ട് 2x ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ കറിവേപ്പില എത്രത്തോളം നമ്മൾ എടുക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു 3 മുതൽ 4 തണ്ട്, അതായത് ഒരു കൈപ്പിടി നമ്മൾ കറിവേപ്പില എടുക്കാനായിട്ട് നോക്കുക. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്നവരാണ്, കറിവേപ്പില കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ ഇതിന്റെ പൗഡർ നമുക്ക് കിട്ടും. ഡ്രൈ ആയിട്ടുള്ള ഫോമും കിട്ടും, പൗഡർ ഫോമും കിട്ടും. നിങ്ങൾക്ക് ആ ഒരു കാര്യം യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരാണെങ്കിൽ 3 മുതൽ 4 തണ്ട് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കൈപ്പിടി കറിവേപ്പില എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാറിൽ നമ്മുടെ പേരയുടെ ഇലയും ഒരു 7 മുതൽ 8 പേരയുടെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് വളരെ കുറച്ച് വെള്ളം, അധികം വെള്ളം വേണ്ട, വളരെ കുറച്ച് മാത്രം വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. കുറെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യൂസ് പോലെ ആവട്ടോ. അപ്പൊ നമ്മളൊരു പേസ്റ്റ് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എലയോവറ ജെൽ. ഇപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർവാഴയുടെ ജെല്ല് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കറ്റാർവാഴ ആയിരിക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് ഈ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. കറ്റാർവാഴയുടെ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഹൈഡ്രേഷൻ പ്രോപ്പർട്ടിയാണുള്ളത്. നമ്മുടെ തലയോട്ടിനെ കുറച്ചും കൂടി ഒന്ന് കൂളിംഗ് ആക്കി വെക്കാനും ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും. ഇപ്പൊ തലയിൽ താരൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, മുടി നന്നായിട്ട് ഡ്രൈ ആണ്, ഫ്രിസി ആണെങ്കിൽ മുടിനെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാനും ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് 1 ടീസ്പൂൺ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്. ഇനി ഒരു പാക്കിലേക്ക് നമ്മൾ അവസാനമായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയിലത്തെ വേരുകളിലേക്ക് വരെ നന്നായിട്ട് ഇറങ്ങിയിട്ട് തലയിലേക്ക് നല്ലൊരു നറീഷ്മെന്റ് കൊടുക്കാനും മുടി വളർച്ചയ്ക്ക് മുടി കൊഴിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ചെറിയൊരു കൂളിംഗ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ചില സമയത്ത് കുറച്ചൊരു ലൂസ് ആകും ഈ ഒരു പേസ്റ്റ്, പക്ഷെ എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ തലയോട്ടിയിലും തലയുടെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. തലയോട്ടിയിലും അപ്ലൈ ചെയ്യാം, മുടിയിലും അപ്ലൈ ചെയ്യാം, എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എത്ര നേരം വെക്കണം നോക്കുമ്പോൾ നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, ഇപ്പൊ തലയിൽ നീരൊക്കെ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാലും മതി. പക്ഷെ കുഴപ്പമൊന്നുമില്ലാത്തവരാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ വെക്കാം. എന്നിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ഷാമ്പൂ കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തി. ഇത് എത്ര വട്ടം യൂസ് ചെയ്യണം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഉണ്ടല്ലോ നിങ്ങൾ ആഴ്ചയിൽ 2 വട്ടമായിട്ട് യൂസ് ചെയ്യുക.
2 വട്ടമായിട്ട് പതുക്കെ പതുക്കെ 1 മാസം കഴിയുന്ന സമയത്ത് ആഴ്ചയിൽ 1 വട്ടമായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും കൂടി നോക്കുക. അപ്പൊ ഈ 2 3 ആഴ്ച നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങളും മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പതുക്കെ മുടി വളരാനായിട്ട് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ചെറിയ മുടി ബേബി ഹെയർസ് വരുന്നത് നമുക്ക് കണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്ത് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിൽ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഉറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറക്കം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡൊന്നും അധികം കഴിക്കാതിരിക്കുക. ഉപ്പുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഈവൻ സ്വീറ്റ്സ് ആണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾ നല്ല രീതിയിൽ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക. എഗെയിൻ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം. ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.